ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്നാണ് ഞാൻ പറയാനായി പോകുന്നത്. ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. നിങ്ങൾക്ക് ഇതുവരെ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു രീതി ഉപയോഗിച്ചാണ് ഞാനും ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്ത് പോകുന്നതെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്നാണ് പറയാനായി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ SMC സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണ് മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്നാണ് പറയാനായി പോകുന്നത്. മിക്ക ആൾക്കാർക്കും ഇപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്താനായി അറിഞ്ഞുകൂടാ. അവർക്ക് ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിരവധി ആളുകൾ കമൻറ്റിൽ വന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് അടയാളപ്പെടുത്താം. ഇതാണ് ഹൈ. നമുക്കിവിടെ തൊട്ട് ചാർട്ടിൽ അടയാളപ്പെടുത്താം അവസാനം മുതൽ. ഇതാണ് ഹൈ, ഇതാണ് ലോ. ഹൈയും ലോ എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ഇവിടെ നമുക്ക് വിക്ക് ബ്രേക്ക് നോക്കുന്നില്ല, കാൻഡിൽ ക്ലോസ് നോക്കാം. കാൻഡിൽ ക്ലോസ് ആണ് ഇവിടെ നോക്കുന്നത്. ഈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പോൾ എന്താണ് ഒരു ഐയെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഒരു ഐയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. പ്രീവിയസ് ആയിട്ടുള്ള ഐയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. പിന്നീട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ എന്താണ് പറയുന്നത്, ഇതുവരെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള നമുക്ക് ഡേറ്റ ഇല്ല. അപ്പോൾ ഇതുവരെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്താ പറയുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ബുള്ളിഷ് മാർക്കറ്റിൽ ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്യില്ല. അതായത് ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഈ ഒരു ലോയെ നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രോങ് ലോ എന്ന് നമ്മൾ പറയും. സ്ട്രോങ് ലോ. ബെയറിഷ് മാർക്കറ്റിൻ്റെ ഹൈ നമ്മൾ സ്ട്രോങ് ഹൈ എന്ന് പറയും. ഇത് രണ്ടും ബ്രേക്ക് ചെയ്യത്തില്ല. മാർക്കറ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി എന്ന് നമ്മൾ പറയും. അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ ഇതുവരെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു, ഇനി ബെയറിഷ് ആയി. ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്ക് താഴോട്ട് പോയി വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് എന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഈ ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കാനായിട്ട് നമ്മളിപ്പം ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനെ ഹയർ ഹൈ ക്രിയേറ്റ് ആയി പോകുമ്പോഴാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ താഴോട്ട് കിട്ടണം. എന്നാലേ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ, ഇത്തരത്തിൽ ഹയർ ഹൈ ആയിക്കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്ത ശേഷമല്ലേ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുൾ ബാക്ക് കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. മാർക്കറ്റ് പിന്നെ നല്ലൊരു ഡംപിങ് ആണ് ചെയ്തേക്കുന്നത്. മാർക്കറ്റ് നല്ല ബെയറിഷാണ്. അപ്പം ഈ ലോയ് നമുക്ക് ചെറിയ ലോയ് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇതൊക്കെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്, ചെറിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്കറ്റായിട്ട് പോവാണ്. അപ്പം നമുക്ക് ഇവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് അവസാനത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മുകളിൽ താഴേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും മുകളിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയ ശേഷം മാത്രമേ നമുക്ക് അതൊരു ഇതായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ, ട്രേഡിംഗ് റേഞ്ചായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. പിന്നെ മാർക്കറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലേ, മാർക്കറ്റ് ബുള്ളിഷ് ആയില്ലേ ഇവിടെ. അപ്പോൾ മാർക്കറ്റ് തിരിച്ചൊരു പുൾ ബാക്ക് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് വീണ്ടും പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ മാർക്കറ്റ് ഇവിടെ നോക്കിയേ. അപ്പോൾ നമുക്കിവിടെ ട്രേഡിംഗ് റേഞ്ച് ആക്കാൻ പറ്റും. അതായത് ഇതാണ് 50 മിനിറ്റിൻ്റെ ഹൈ, പുതിയ ഹൈ ഇതാണ്. അപ്പോൾ ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഇതാണ് ഹൈ, ഇതാണ് ലോ. 50 മിനിറ്റ് ഹൈ ഇതാണ്. ഓക്കെ,
15 മിനിറ്റ് ഹൈ, ഇതാണ് 15 മിനിറ്റ് ലോ. അപ്പം നമുക്ക് ഇതെടുത്ത ശേഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ഫിബൊനാച്ചി ടൂൾ എടുത്ത ശേഷം ഇങ്ങനെ അടയാളപ്പെടുത്തി മാർക്കറ്റ് ബെയറിഷ് ആണ്. ബെയറിഷ് ആകുമ്പോൾ നമ്മൾ എവിടെ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യേണ്ടത്? 15 മിനിറ്റിലുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ വലിയൊരു ക്യാൻഡിലുണ്ട്, അത് മിറ്റിഗേറ്റഡ് ആണ്. നമുക്ക് അവസാനത്തെ ക്യാൻഡിൽ ഇതാണ്. ഇത് നമുക്ക് നോക്കാം. ഇതെടുത്തു, ഈ ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് ഓർഡർ ബ്ലോക്കിൻ്റെ പുറത്ത് പോകുന്നുണ്ട്. ഓർഡർ ബ്ലോക്കിൻ്റെ പുറത്ത് പോയാൽ ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് അല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഓർഡർ ബ്ലോക്ക് ഇതല്ല. അപ്പം പിന്നീട് അവസാനത്തെ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഈ ഒരു പ്രൈസ് വന്ന് ഇത് ടാപ്പ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 1 മിനിറ്റിൽ പോയി ലോവർ ടൈമിൽ നമ്മൾ കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഒരു എൻട്രി എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വഹിക്കുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. നമുക്കിവിടെ ലോവർ ടൈമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ ഓർഡർ എടുക്കുന്നുള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ മാർക്കറ്റ് നോക്കിയാൽ നമുക്ക് മാർക്കറ്റ് നോക്കിയാൽ അറിയാം, ഇതാണ് ഈ ഒരു ലോയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. മാർക്കറ്റ് നോക്കി, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ? ബ്രേക്ക് ചെയ്തില്ല. ഇതാണ് നമ്മൾ 50 മിനിറ്റിലെ ഹൈ. 50 മിനിറ്റിലെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? എന്താണ് നമ്മൾ അതിന് പറയുന്നത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. മാർക്കറ്റ് വീണ്ടും ബെയറിഷിൽ നിന്ന് ബുള്ളിഷായി മാറിയെന്ന് അതിനർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറൊന്നും മാർക്കറ്റിൽ നിങ്ങൾ എടുക്കുന്നില്ല എന്ന്? ഈ ഒരു സ്ട്രക്ചറൊക്കെ എന്താണ് നിങ്ങൾ ചോദിക്കും. അതിന് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ 2 തരം സ്ട്രക്ചറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഇത്തരത്തിൽ ബുള്ളിഷായി പോവുകയാണ്, ഇത്തരത്തിൽ ഹയറായി ക്രിയേറ്റ് ആയി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മാർക്കറ്റ് ഇത്തരത്തിൽ വ്യക്തമായിട്ടിരിക്കും. സത്യത്തിൽ ഇത്തരത്തിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് മാർക്കറ്റ് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. ഇത്തരത്തിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് നമ്മൾ ഇതിന് പറയും മാർക്കറ്റിൽ. ഓക്കെ, ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ട്രേഡിനകത്ത് നല്ല ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വായിക്കും, ഓക്കെ, ഇതെന്തോ ഇത് മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഈ കാണുന്ന എല്ലാം മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു 50 മിനിറ്റ് ഹൈ നോക്കുക, ഈ ഒരു 50 മിനിറ്റ് ലോയും നോക്കുക. 50 മിനിറ്റ് ഹൈ, 50 മിനിറ്റ് ലോ, ഇതാണ് നമ്മുടെ ഹൈയും ലോയും. പിന്നെ ഈ വരുന്ന മാർക്കറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അത് വെറും ലിക്വിഡിറ്റി മാത്രമാണ്. ഇവിടെ നിങ്ങൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ട് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ചായി എന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്നോട് നോക്കാം. പിന്നെ നമ്മൾ മാർക്കറ്റ് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടുന്നുണ്ടോ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഒരു ചെറിയ മൈനർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ആയി പോവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മുകളിലോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, താഴേക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു മുകളിലേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന മാർക്കറ്റ്, പിന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ താഴേക്ക് വേണമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ, മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അപ്പം ഇത്തരത്തിൽ മൈന്യൂട്ടായിട്ടുള്ള ട്രേഡിംഗ് ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുക. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലോയും ഈ 50 മിനിറ്റ് ഹൈയും നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. പിന്നെന്താണ്, നിങ്ങൾ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കും സെലക്ട് ചെയ്യുന്നു. ഈ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞ് മാർക്കറ്റ് പോകുന്നുണ്ട്.
ഓക്കെ, ഞാൻ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത ശേഷം ഉടനെ പോയി നമ്മൾ ഓർഡർ എടുക്കത്തില്ല. കാര്യം നമ്മൾ 1 മിനിറ്റ് കൺഫർമേഷൻ നോക്കിയ ശേഷം 1 മിനിറ്റിൽ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം മാത്രമേ ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തു. പിന്നെ നമ്മൾ 1 മിനിറ്റിൽ പോകുന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ SMC സ്ട്രാറ്റജി ഉപയോഗിച്ച് ബൈയും സെല്ലും മാർക്കറ്റിൽ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. ആ വീഡിയോയിൽ മിക്ക ആളുകൾ പറഞ്ഞു എനിക്ക് മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലായില്ല എന്ന്. മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്ന മിക്ക ആളുകളും തെറ്റായിട്ടാണ്. ഓക്കെ, അതാണ് ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പം മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്. മാർക്കറ്റ് ഇവിടെ ബുള്ളിഷാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, കിട്ടി. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന്. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. ഓക്കെ, മാർക്കറ്റ് ലോ ഏതാണ്? ഇതാണ്, സോറി, ഇവിടെ ഈ ഒരു ലോയാണ് മാർക്കറ്റ് ഏറ്റവും താഴെ വന്ന ലോ. ഇതാണ് നമ്മുടെ 50 മിനിറ്റ് ലോ. 50 മിനിറ്റ് ഹൈ ഏതാണ്? 50 മിനിറ്റ് ഹൈ കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എവിടെയാണ് കിട്ടുന്നത്? നോക്കിയേ, ഇത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചെയ്ത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങൾ നല്ല വലിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് നല്ല രീതിയിൽ നോക്കിയിരിക്കാൻ നമുക്ക് എൻട്രി മിസ്സായി പോകും എന്തായാലും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലോയും ഈ ഒരു ഹൈയും ഫെബിനാച്ചി ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇതാണ് 50 മിനിറ്റിലെ ഹൈ. 50 മിനിറ്റിലെ ഹൈ ഇതാണ്. 50 മിനിറ്റ് ലോ ഇതാണ്. ഓക്കെ, മിക്ക ആളുകളും ചെയ്യുന്ന മണ്ടത്തരെന്ന് വെച്ചാൽ അവർ മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പം ഇത് പോയിട്ട് ഇവിടെ പോയി ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയെന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ അവർ ട്രേഡ് എടുക്കും, മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രക്ചർ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വെറും അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇത്തരത്തിൽ കൺസോളിഡേഷൻ ചെയ്യും, അതിനുശേഷം മാനിക്കുലേഷൻ, അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റിൽ നമ്മൾ മാക്സിമം നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. നമ്മളെ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 50 മിനിറ്റിൽ ഹൈയും 50 മിനിറ്റ് ലോയും നമുക്ക് കിട്ടി. നമുക്ക് ചെയ്യേണ്ട ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമ്മളിങ്ങനെ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്ത് വെക്കുക, വരച്ച് വെക്കുക. ഓർഡർ ബ്ലോക്കിൽ വരച്ച് വെച്ച ശേഷം ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യാൻ നോക്കുക. ഇവിടെ നോക്കിയേ, പ്രൈസ് ടാപ്പ് ചെയ്തില്ലേ? പിന്നെ നമ്മൾ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് 1 മിനിറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ ശേഷം മാത്രമേ എൻട്രി എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. ഇത്തരത്തിൽ നിങ്ങൾ വരച്ച് പഠിക്കുക. ആദ്യമേ ഞാനും ഇത്തരത്തിൽ ഒരു വട്ടം കണ്ട് പഠിച്ചില്ല. ഞാനും ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഹൈ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പം 50 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. വീണ്ടും നമ്മുടെ ഏതാണ് ഹൈ? 50 മിനിറ്റിലെ ഹൈ ഇതാണ്. ലോ നമ്മുടെ 50 മിനിറ്റ് ലോ ഇതാണ്. 50 മിനിറ്റിലെ ഹൈ ഏതാണ്? 50 മിനിറ്റിലെ ഹൈ കിട്ടണമെങ്കിൽ നമുക്ക് പറഞ്ഞു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു. ഇവിടെ നോക്കിയേ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലേ? ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം നമ്മൾ എന്താണ്? ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക. 50 മിനിറ്റ് ലോയും ഹൈയും മാർക്കറ്റ് ചെയ്ത ശേഷം ഈ ഒരു സ്റ്റേജിൽ ഓർഡർ ബ്ലോക്ക് വരച്ച് വയ്ക്കുക. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ മാർക്കറ്റ് എന്തായാലും ഇവിടെ വരുമെന്ന്. പക്ഷേ ചില സമയത്ത് മാർക്കറ്റ് താഴേക്ക് വരാതെ മാർക്കറ്റ് പോകാം. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നും നമ്മൾ കറക്റ്റ് സംഭവിക്കണമെന്നില്ലല്ലോ.
ഇപ്പോൾ ഇവിടെ അതേ സംഭവം തന്നെ സംഭവിച്ചേക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. മാർക്കറ്റ് ഇവിടെ പോകാം, നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് വന്നില്ല, കുഴപ്പമില്ല. നമുക്ക് തീർച്ചയായിട്ടും നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, നമ്മളവിടെ എൻട്രി എടുത്തിട്ടുമില്ല. മാർക്കറ്റ് നമുക്ക് എല്ലാ ദിവസവും എൻട്രി കിട്ടണമെന്നും ട്രേഡ് കിട്ടി പ്രോഫിറ്റ് കിട്ടണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ചില ദിവസം പ്രോഫിറ്റ് ആയിരിക്കാം, ചില ദിവസം ലോസ് ആയിരിക്കാം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പം പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇത് നമ്മൾ 15 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, മാർക്കറ്റ് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പം നമുക്ക് ഇതിലേതാണ് ലോ? മാർക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റ് ഏറ്റവും ലോ ഈ ഒരു ലോ തന്ന ശേഷമാണ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത്. അപ്പോൾ മാർക്കറ്റ് 15 മിനിറ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് 15 മിനിറ്റ് ലോ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഓർഡർ ബ്ലോക്കാണോ. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് 15 മിനിറ്റിലാണ് ഒന്നാമത്തെ കാര്യം. 15 മിനിറ്റിലാകുമ്പോഴത്തേക്ക് അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടാം. നമ്മളിവിടെ മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചറാണ് നോക്കുന്നത്. മെയിൻ സ്ട്രക്ചർ നോക്കാം, മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചർ നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഈ ഓർഡർ ബ്ലോക്കാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത പ്രൈസ്, ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തോ നോക്കട്ടെ. ഓർഡർ ബ്ലോക്ക് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് പ്രൈസ് പോവുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് എൻട്രി തീർച്ചയായിട്ടും മിസ്സായി കാണും. എൻട്രി നമുക്ക് കിട്ടി കാണത്തില്ല. ഓക്കെ, എൻട്രി നമുക്ക് കിട്ടിയില്ല. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തോ. ഇതാണ് ഈ ഒരു ഹൈ ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ നോക്കട്ടെ. മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ക്യാൻഡിൽ ക്ലോസ് നമ്മൾ വിക്ക് നോക്കത്തില്ല, ക്യാൻഡിൽ ക്ലോസ് നോക്കുന്നത്. ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഇവിടെ നമുക്ക് 15 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ലോയാണ് നമ്മൾ 15 മിനിറ്റ് ലോയാണ്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. മാർക്കറ്റ് എത്ര നേരം ബെയറിഷ് ആയിരുന്നു, ബുള്ളിഷ് ആയിരുന്നു, പെട്ടെന്ന് ബെയറിഷായി മാറി. 15 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പിന്നെ നമുക്ക് ഏത് ഹൈ ആണ് നോക്കേണ്ടത്? പിന്നെ നമുക്ക് 15 മിനിറ്റിലെ ഹൈ എന്ന് വെച്ചാൽ ഇതാണ് 15 മിനിറ്റ് ഹൈ. ഇത് തന്നെയാണ് സ്ട്രോങ് ഹൈ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ബുള്ളിഷ് മാർക്കറ്റിൽ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് സമ്മതിക്കത്തില്ല. ഈ ഒരു ലോയ്ക്ക് പറയുന്നത് സ്ട്രോങ് ലോ എന്ന് പറയും. ബെയറിഷ് മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ബ്രേക്ക് ചെയ്യുക അതിനെ നമ്മൾ ആ ഒരു ഹൈയെ പറയുന്നത് സ്ട്രോങ് ഹൈ എന്ന് പറയും. മാർക്കറ്റ് ഈ രണ്ടും ഹൈയും ലോയും ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുക? മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇവിടെ അതേ സിറ്റുവേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിനെ ബെയറിഷ് ആക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ 15 മിനിറ്റ് ഹൈ എന്ന് പറയുന്നത്. ഇതാണ് 15 മിനിറ്റ് ലോ. 15 മിനിറ്റ് ഹൈയും 15 മിനിറ്റ് ലോയും കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മിക്ക ആളുകൾക്കും പിന്നെ ഞാൻ എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം 15 മിനിറ്റ് ലോയും 15 മിനിറ്റ് ഹൈയും കിട്ടിക്കഴിഞ്ഞ് വയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോ നേരെ വയ്ക്കുക. ഈ ഒരു ഹൈയും ഇത്തരത്തിലൊരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ച ശേഷം ഇത് താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ബ്രേക്ക് ചെയ്തില്ലേ? ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള നോക്കിയേ, ബ്രേക്ക് ചെയ്തു. ഇപ്പം നമുക്ക് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി. വീണ്ടും നമ്മൾ ഈ ഒരു ഹൈയും ലോയും മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ ആണ് വരുന്നത്, ഈ ഒരു ലോയാണ് വരുന്നത്. അടുത്ത 15 മിനിറ്റ് ഹൈയും ലോയും. ഈ 15 മിനിറ്റ് ഹൈയും ലോയും ബോക്സ് വരച്ചിട്ട് ഇത്തരത്തിൽ ക്വാലിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നോ അതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ കണ്ടില്ലേ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, കണ്ടോ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ലേ? അപ്പം ഇതാണ്
ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, 50 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ അടുത്ത ഹൈ ഏതാണ് വരുന്നത്? മാർക്കറ്റ് ഏറ്റവും മുകളിലേക്ക് പോയത് ഏതാണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് താഴേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, മുകളിലേക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലേ ഇവിടെ? മൈന്യൂട്ട് സ്ട്രക്ചർ നോക്കാം, അതേപോലെ അല്ലാത്ത സ്ട്രക്ചർ നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇവിടെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് മാർക്കറ്റ് ഈ ഹൈ കഴിഞ്ഞിട്ടല്ലേ പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത്. മാക്സിമം പോയ ഹൈ ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഹൈ നമ്മൾ അടുത്ത 50 മിനിറ്റ് ഹൈ ആയിട്ട് വരുന്നത്. ഈ ഒരു ലോയാണ് നമ്മൾ 50 മിനിറ്റ് ലോ ആയിട്ട് നോക്കുന്നത്. മാക്സിമം മാർക്കറ്റ് ഇവിടെ പോയിട്ടല്ലേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത്. വീണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്, ഗ്യാൻ ബോക്സ് എടുക്കുന്നു, ഈ ലോയും ഹൈയും ബ്രേക്ക് ഇത് വരയ്ക്കുന്നു, പ്രീമിയം ഡിസ്കൗണ്ട് ആയിട്ട് വേർതിരിക്കുന്നു. നമുക്ക് ഇവിടെ ഉള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മിറ്റിഗേറ്റഡ് ആവാത്ത ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓർഡർ ബ്ലോക്കിനെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെ നമുക്ക് നല്ല ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യാമെന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. ഓർഡർ ബ്ലോക്ക്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്, വർക്കിംഗ് ഓർഡർ ബ്ലോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചു. നിങ്ങൾ പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചു. ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൈസ് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്തോടെ നമ്മൾ ഓർഡർ എടുക്കുന്നില്ല. നമ്മൾ പ്രൈസ് ടാപ്പ് ചെയ്ത് 1 മിനിറ്റ് പോയ ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനായിട്ട് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം മാത്രം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഓർഡർ ബ്ലോക്ക് കിട്ടി, നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്ന് വയ്ക്കുക. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. ഇവിടെ നോക്കിയേ, ഇത്തരത്തിൽ വരച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു വട്ടം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. ഇത്തരത്തിൽ ഓർഡർ ബ്ലോക്ക് പോകുന്നു, സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, താഴേക്ക്. ഓക്കെ, ഈ ഒരു ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, ചെറിയ റിസ്ക് റിവാർഡ് നോക്കിയേ. ഇത്രയും നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1:5 വെച്ചാലും പോരെ, 1:5 കിട്ടിയാലും മതി. ഓക്കെ, ഇത്രയ്ക്ക് വലിയ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് കിട്ടുന്നത്. അതിനുശേഷം നോക്കിയേ, വീണ്ടും നമ്മൾ അടുത്ത ഹൈ ഏതാണ് വരുന്നത്? ഇതാണ് നമ്മളെ 50 മിനിറ്റ് ഹൈ. പുതിയ ഹൈ ഇതാണ്. മാർക്കറ്റ് ഇവിടം വരെ പോയിട്ടാണ് മാർക്കറ്റ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തില്ലേ, ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടത്തില്ലേ എന്ന്. ഇവിടെ നോക്കിയേ, വിക്ക് ബ്രേക്ക് ആണ്. വിക്ക് ബ്രേക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കണക്ക് കൂട്ടത്തില്ല. ഇവിടെ വിക്ക് ബ്രേക്ക് പോലും ആയിട്ടില്ല. മാർക്കറ്റ് മൈന്യൂട്ട് വ്യത്യാസത്തിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് 50 മിനിറ്റ് പുതിയ ഹൈ ഇതാണ്. 50 മിനിറ്റിലെ പുതിയ ഹൈ ഇതാണ്. ലോ ഏതാണ്? ലോ ഏതാണെന്ന് വെച്ചാൽ മാർക്കറ്റ് എവിടം വരെ പോയി താഴേക്ക് എവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നത് അവിടെ മുതലാണ് നമുക്ക് പുതിയ ഇത് കിട്ടുക. ഇവിടെ നോക്കിയേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലേ. അപ്പോൾ മാർക്കറ്റിലെ ഹൈയും ലോയും നമുക്ക് കിട്ടി. മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇവിടെ നോക്കിയേ, തിരുത്തൽ വരച്ച് വെച്ചു, പ്രീമിയം ഡിസ്കൗണ്ട് തിരിച്ചു. നിങ്ങൾ ഓർഡർ ബ്ലോക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തു. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഓർഡർ പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു ഹൈ, സ്ട്രോങ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. സ്ട്രോങ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. അപ്പോൾ നമുക്കവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. അടുത്ത മാർക്കറ്റ് ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. ഈ ഒരു ലോ നോക്കിയേ, ഈ ഒരു ലോ, ഈ ഒരു ഹൈ, ഇതാണ് നമ്മുടെ ഹൈ. ഈ ഒരു ഹൈയിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മുകളിലേക്ക് തന്നു, പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മുകളിലേക്കും വേണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മുകളിലേക്കും വേണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ താഴേക്കും വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. സോറി, ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഈ ഒരു ഹൈയുമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ച ശേഷം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാം ഇൻറ്റേർണൽ സ്ട്രക്ചർ ബോക്സിലൊപ്പം ബ്രേക്ക് ചെയ്യുന്ന, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടത്തുള്ളൂ മുകളിലേക്ക്. ഇപ്പോൾ നോക്കിയേ, ഇതൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. മാർക്കറ്റ് ഇവിടെയൊക്കെ
കൺസോളിഡേഷൻ ചെയ്യുകയാണ്. അതായത് ഒരു സ്ഥലത്ത് എങ്ങോട്ടും കളിക്കാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതി. ഇവിടേക്ക് എൻട്രി എടുത്തെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിന് ശേഷം ഇവിടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വീണ്ടും മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ബുള്ളിഷായിട്ട് വീണ്ടും മാർക്കറ്റ് ബെയറിഷ് ആവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് M15 ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അപ്സൈഡ് വേണം. പിന്നെ വരെ നമുക്ക് ഹൈ ഈ കണക്കൂട്ടുന്നതായി നമുക്ക് ഈ ഒരു ഹൈ വേണമെങ്കിൽ എടുക്കാം. ബ്രേക്കർ സ്ട്രക്ചർ ഇവിടെ നമുക്കൊരു ബ്രേക്കർ സ്ട്രക്ചർ ടു ഡൗൺ സൈഡ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ് കിട്ടണം. ഇവിടെ നോക്കിയേ, ഈ ഒരു ലോ ഈ ഒരു ഹൈ നമുക്ക് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുമല്ലേ. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഇവിടെ നിൽക്കുക 50% തിരഞ്ഞെടുക്കുക. ഇതാണ് 50 മിനിറ്റ് ലോ, 50 മിനിറ്റ് ഹൈ. നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് നോക്കുക, മിറ്റിഗേറ്റഡ് ആവാത്തുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തോ. പ്രൈസ് ടാപ്പ് ചെയ്തു. നമുക്ക് ലോവർ ടൈം കൺഫർമേഷൻ വേണ്ടി നമ്മൾ 1 മിനിറ്റിൽ പോകുന്നു. ലോവർ ടൈം കൺഫർമേഷൻ കിട്ടി. നമ്മൾ എൻട്രി എടുത്തെന്ന് വെക്കുക. ഓക്കെ, എൻട്രി എടുത്തു. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഈ ലോ നമുക്ക് ടാർഗറ്റ് ചെയ്തു. ഈ ലോ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ലോ നോക്കിയേ, ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ പോകുന്നു. ബ്രേക്ക് ചെയ്യാതെ പോയി നമുക്ക് മാർക്കറ്റ് കണ്ട വീണ്ടും ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എന്താ പറയുക? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നമുക്ക് വീണ്ടും ക്യാരക്ടർ ചേഞ്ച് ആയി എന്ന് പറയാം. ഇത്തരത്തിൽ ഹൈയും ലോയും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അപ്പം ബുള്ളിഷ് മാർക്കറ്റിൽ ഇത്തരത്തിൽ ഹയർ ഹൈ ക്രിയേറ്റ് ആയി പോവുകയാണ്. ഹയർ ഹൈ, ഹയർ ലോ. അപ്പം നമുക്ക് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബുള്ളിഷ് മാർക്കറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അതിനുശേഷം ഇതാണ് നമ്മുടെ M15 ലോ എന്ന് പറയുന്നത്. അതായത് 50 മിനിറ്റിലെ ലോ എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്താൻ 50 മിനിറ്റിൽ മാത്രം അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു അതായത് നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കണമെങ്കിൽ താഴേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം താഴേക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. മാർക്കറ്റ് ഇവിടെ ഒരു ഇത്തരത്തിൽ പോയ ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അപ്പോഴാണ് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി നമുക്ക് എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 50 മിനിറ്റ് ആക്കി മാറ്റുക. ഇവിടെ നമുക്ക് ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് കോൺസെപ്റ്റ് ആക്കുക. 50 മിനിറ്റ് ആക്കി തരംതിരിച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റ് ഇത്തരത്തിൽ ഡിസ്കൗണ്ട് വരാനായി വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് ഡിസ്കൗണ്ടിൽ വരാതെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. നമ്മൾ 50 മിനിറ്റ് ഹൈയും ലോയും മാത്രം നോക്കിയാൽ മതി. ഇപ്പം മാർക്കറ്റ് നമ്മൾ ഡിസ്കൗണ്ടിൽ വന്ന ശേഷം ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്ത ശേഷം നമ്മളൊരു കൺഫർമേഷൻ 1 മിനിറ്റ് കൺഫർമേഷൻ കിട്ടി. നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യല്ലേ. ഇതാണ് മാർക്കറ്റ് ഏറ്റവും തന്ന ഹൈ. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നു. വീണ്ടും പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. നമുക്ക് വീണ്ടും ഒരു ട്രെയിനിങ് റേഞ്ച് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെന്ന് താഴേക്ക്. ഇപ്പം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. വീണ്ടും ഇതേ കണക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നിങ്ങൾ ഇവിടെ പോയിട്ട് ട്രേഡ് ചെയ്യരുതെന്നാണ്. ഇതൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. 50 മിനിറ്റിലെ ഹൈയും ലോയും മാത്രം നോക്കി ട്രേഡ് ചെയ്യുക. ഞാനും സ്റ്റാർട്ടിങ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ 50 മിനിറ്റ് പോയ ശേഷം 50 മിനിറ്റിലെ ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഞാൻ മനസ്സിലാക്കാൻ വളരെ പാടുള്ള പരിപാടിയായിരുന്നു. പിന്നീട് ഞാൻ ഇങ്ങനെ വരച്ചാണ് ഞാൻ പഠിച്ചത്. ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ പോയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബെയറിഷിൻ്റെ ഇത് പഠിച്ചു, ബുള്ളിഷിൻ്റെ എക്സാമ്പിൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ബെയറിഷായി എങ്ങനെ പഠിക്കേണ്ടത്? മാർക്കറ്റ് ഈ ഒരു പുതിയ
M15 ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. പിന്നെ കിട്ടുന്നത് ലോ എന്ന് പിന്നെ കിട്ടുന്ന സ്ട്രോങ് ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഹൈ ആണ്. വീണ്ടും ഇതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, താഴേക്ക് കിട്ടിയില്ലേ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് തിരിക്കുന്നു, ലോയും ഹൈയും വലിക്കുന്നു. ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് വലിച്ചു വയ്ക്കുന്നു. മാർക്കറ്റ് പിന്നീട് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, വീണ്ടും നമ്മൾ എൻട്രി എടുക്കുന്നു. വീണ്ടും നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ലേ, ബ്രേക്ക് ചെയ്തു. വീണ്ടും നമുക്ക് എന്താണ് വേണ്ടത്, വീണ്ടും നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ് കിട്ടണം. വീണ്ടും നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് വലിക്കുന്നു. പ്രീമിയത്തിൽ വന്ന് പ്രൈസ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്യുന്നു. 1 മിനിറ്റ് കൺഫർമേഷൻ, ദെൻ എൻട്രി, ദെൻ ടാർഗറ്റ് ലോ വയ്ക്കുക. M15 ലോ വേണമെങ്കിൽ വയ്ക്കാം. അപ്പം ഇത്തരത്തിൽ പഠിച്ച് പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയുക. വീണ്ടും ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊച്ചു കുട്ടികളോട് പറയുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഈ വീഡിയോ വളരെ ലോങ്ങായി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പോകുന്ന മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും പുതിയ കണ്ടൻറ്റ് എനിക്ക് ഇടാനായിട്ട് മോട്ടിവേഷൻ ആയിരിക്കും. അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ ഗൈസ്.